ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ആതിരയെ വൃന്ദാവനത്തിൽ നിന്ന് എത്തിയവർക്കൊപ്പം യാത്ര അയക്കുന്ന സമയത്ത് അർച്ചനയോട് യാത്ര പറഞ്ഞിറങ്ങാൻ ഒരുങ്ങുന്ന ആതിര പിന്നിൽ നിൽക്കുന്ന സന്ദീപിനെ ഒന്ന് നോക്കുന്നു. സന്ദീപിനോടൊപ്പം അരികിൽ തന്നെ നിൽക്കുന്ന അനഘയെയും അവൻ മാറി നോക്കുന്ന ആതിരയുടെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ട് അർച്ചന പിന്നിൽ നിൽക്കുന്ന ഇരുവരെയും നോക്കി. അതിനുശേഷം ആതിര അങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അർച്ചന ആതിരയോട് ചോദിച്ചു, എന്താ മോളെ, എന്തു പറ്റി എന്ന് അന്വേഷിച്ചപ്പോ ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ആതിര പോകാനായി തയ്യാറാകുന്നു. ആതിര യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ആതിര മനസ്സിലാകെ സന്ദീപും അനഘയും കെട്ടിപ്പിടിച്ചു നിന്ന ആ ഒരു രംഗമായിരുന്നു ആ നിമിഷം ആതിരയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. അതോർത്ത് വിഷമത്തോടെ ആതിര നിൽക്കുമ്പോൾ അർച്ചന ആതിരയുടെ നെറ്റിയിൽ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് ഒന്നുകൂടി ഉമ്മ കൊടുത്തിട്ട് അർച്ചന ആതിരയെ കാറിലേക്ക് കയറ്റുന്നു. ആതിര കാറിലേക്ക് കയറിയ നിമിഷത്തിൽ സന്ദീപും ആകെ വിഷമത്തോടെ നോക്കി നിന്നു. എല്ലാവരും സന്തോഷപൂർവ്വം ആതിര യാത്ര അയക്കുമ്പോൾ സന്ദീപ് മാത്രം ആകെ സങ്കടത്തിൽ ആതിരയോട് യാത്ര പറഞ്ഞു. അതിനുശേഷം എല്ലാവരും തിരിച്ച് നെല്ലിശ്ശേരിയിലേക്ക് കയറിപ്പോയി. എല്ലാ അംഗങ്ങളും പോയി അവസാനം പിന്നാലെ അർച്ചന വന്ന് കയറുമ്പോൾ അവിടെ നോക്കി നിന്ന അവന്തിക വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മിനിറ്റ്. അത് കേട്ട ഉടനെ അവന്തികയുടെ ആ സംസാരം കേട്ട് അർച്ചന അവിടെ നിന്നതും അവന്തിക അരികിലേക്ക് എത്തി പറഞ്ഞു, ഇപ്പൊ നിന്റെ മുഖത്തൊരു സന്തോഷമുണ്ട്. കാരണം നിന്റെ അനുജതിയെ നീ രക്ഷിച്ചു എന്നുള്ള ഒരു ഭാവം. എന്നാൽ ഒരു കാര്യം നീ ഓർത്തോ, ഈ അവന്തിക പറഞ്ഞത് ആതിര കുഞ്ഞിനെ പ്രസവിക്കില്ല എന്നതാണ്. അത് നെല്ലിശ്ശേരിയിലാണെങ്കിലും നിന്റെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകില്ല എന്ന് അവന്തിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയായിരിക്കും. അവള് ഈ ലോകത്ത് എവിടെ പോയാലും അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകില്ല, അത് തീർച്ച എന്ന് അവന്തിക വീണ്ടും അർച്ചനയെ ഭീഷണി ഉയർത്തും വിധം വെല്ലുവിളിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ അർച്ചനയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി. അപ്പോഴാണ് അകത്തേക്ക് വന്നതിന് ശേഷവും ആതിര വീട്ടിൽ നിന്ന് പോയതിന്റെ സങ്കടങ്ങൾ മനസ്സിലുള്ളപ്പോഴും സന്ദീപിന്റെ മനസ്സിനെ കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്നത് അനഘ തന്റെ അരികിൽ വന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അനഘയുടെ വിവാഹം അവന്തികയെടുത്തി തന്റെ ഇഷ്ടം അറിയാതെ തന്നെ, തന്റെ ഇഷ്ടക്കേട് അറിഞ്ഞിട്ട് പോലും തനിക്കിഷ്ടമല്ലാത്ത ആളെ കൊണ്ട് അനഘ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നുവെന്നും ആ വിവാഹത്തിൽ നിന്ന് തന്നെ എങ്ങനെയും രക്ഷിക്കണമെന്നുള്ള അനഘയുടെ ആവശ്യത്തെക്കുറിച്ച് സന്ദീപ് ഓർമ്മിച്ചു. ഈ ഒരു പ്രശ്നം താൻ എങ്ങനെ പരിഹരിക്കും എന്നതായിരുന്നു സന്ദീപിന്റെ അപ്പോഴത്തെ ആലോചന. സന്ദീപ് അതിനെക്കുറിച്ച് ആലോചിച്ചങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്ന് സന്ദീപ് ആലോചിച്ചു, എന്തായാലും അർച്ചനടുത്തിയോട് ഇക്കാര്യം പറയാം. ഏട്ടത്തിക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും. ഏട്ടത്തിയോട് പറയുന്നത് തന്നെയാണ് നല്ലത് എന്ന് സന്ദീപ് തീരുമാനിക്കുകയും ഉടനെ തന്നെ അർച്ചനയുടെ വിവരങ്ങൾ പറയാനായി സന്ദീപ് വേഗം ചാടി എഴുന്നേറ്റു. അപ്പോഴാണ് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം സന്ദീപ് കേട്ടത്. വേഗം തന്നെ സന്ദീപ് അവിടെ ഇരിക്കുകയും ഫോൺ എടുത്ത് നോക്കിയപ്പോ ആതിരയെന്ന് കണ്ടതോടെ സന്ദീപ് കോൾ അറ്റൻഡ് ചെയ്തു. സന്ദീപ് കോൾ എടുത്തതോടെ വലിയ സന്തോഷത്തോടെ ചോദിച്ചു, സന്ദീപേ, നീ ഇപ്പൊ എവിടെയാ? അത് കേട്ടതും സന്ദീപ് പറഞ്ഞു, ഞാനിപ്പോ വീട്ടിലാ എന്ന് പറഞ്ഞപ്പോ ആതിര വീണ്ടും ചോദിച്ചു, വീട്ടില് നമ്മുടെ റൂമിലാണോ എന്നായി അടുത്ത ചോദ്യം. ഉടനെ സന്ദീപ് പറഞ്ഞു, റൂമിലല്ല, മുകളിലത്തെ ഹാളിൽ ഇരിക്കുകയാണ്. എന്താ ആതിരെ എന്ന് ചോദിച്ചപ്പോ ആതിര ചോദിച്ചു, അല്ല, ഞാൻ ചോദിച്ചത് നീ റൂമിൽ തന്നെ ഇരിക്കുകയാണെന്ന് അറിയാൻ ചോദിച്ചതാ എന്ന് പറഞ്ഞപ്പോ സന്ദീപ് ചോദിച്ചു, ആതിരെ, നീ പോയതിനു ശേഷം ഇത് എത്രാമത്തെ തവണയാ നീ ഇപ്പൊ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതേ ചോദ്യം തന്നെ നീ എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് എന്താ ആതിരെ പറ്റിയത്? അത് കേട്ടോടനെ ആതിര പറഞ്ഞു, സന്ദീപേ, ഞാനിപ്പോ അങ്ങനെ ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല, ശരിക്കും എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാ. അതുകൊണ്ടാണ് ഞാനിപ്പോ അങ്ങനെ പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യോ, ഇപ്പോ ഇവിടേക്കൊന്ന് വരുവോ? എനിക്ക് നിന്നെ ഒന്ന് കാണാനാ വല്ലാത്തൊരാഗ്രഹം എന്ന് പറഞ്ഞതും സന്ദീപ് ചോദിച്ചു, ഇപ്പോഴോ? അത് കേട്ടപ്പോഴേക്കും ആതിരയെ പറഞ്ഞു, അതിനെന്താ, ഇപ്പൊ നിനക്ക് ഇവിടേക്ക് വന്നാല് ഇതിലും വൈകി നീ എന്നെ കാണാനായി ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇതിലും പാതിരയായിട്ട് എന്ന് ചോദിച്ചപ്പോ സന്ദീപ് പറഞ്ഞു, ഉണ്ട്, അത് ശരിയാ. അപ്പോഴേക്കും ആതിര പറഞ്ഞു, അതുപോലെ ഇപ്പൊ വന്നാ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, അന്ന് നീ വന്നത് നിന്റെ കാമുകനായിട്ടായിരുന്നല്ലോ, ഇപ്പോ നീ എന്റെ ഭർത്താവാ. അതുകൊണ്ട് മതില് ചാടുകയൊന്നും വേണ്ട, ഗേറ്റ് തുറന്ന് നിങ്ങൾ കയറി വന്നാ മതി എന്ന് പറഞ്ഞപ്പോ സന്ദീപ് പറഞ്ഞു, ആതിരെ, ഞാൻ ഇപ്പോ വരുന്നില്ല, ഞാൻ നാളെ വന്നോളാം, നാളെ നിന്നെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞതും ഈ രാത്രിയിൽ അത് ഇപ്പോ ഞാൻ മറ്റൊരു തിരക്കിലാണ് എന്ന് സന്ദീപ് അറിയിച്ചതും ആതിര ചോദിച്ചു, ഇപ്പോഴോ? ഈ രാത്രിയിൽ നിനക്ക് വേറെന്ത് തിരക്കാ ഉള്ളത്? സന്ദീപെ, എനിക്ക് നിന്നെ കാണണം, നീ ഒന്ന് വേഗം വാ എന്ന് വീണ്ടും ആതിര നിർബന്ധിക്കുമ്പോ സന്ദീപ് പറഞ്ഞു, ആതിരെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിലും വലിയൊരു കാര്യത്തിൽ ഇപ്പോ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നാളെ രാവിലെ വരാം നിന്നെ കാണാനായിട്ട്. ഇപ്പോ എന്തായാലും എനിക്ക് വരാൻ പറ്റില്ല എന്ന് സന്ദീപ് ആതിരയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് അനഘ എത്തണം. അനഘ വന്ന് സന്ദീപെ എന്ന് വിളിച്ചതും പെട്ടെന്ന് ആതിര അനഘയുടെ ശബ്ദം കേട്ടു. ഉടനെ തന്നെ സന്ദീപ് ആതിരയോട് പറഞ്ഞു,
അനഘെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ആതിരയോട് അറിയിച്ചു. ആതിരെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നാളെ നിന്നെ വന്ന് കണ്ടോളാം. കുറച്ചു കഴിഞ്ഞ് ഞാൻ നിന്നെ വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെ നേരിട്ട് കാണാം. ഇപ്പോ ഞാൻ അല്പം ബിസിയാണ്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ആതിരയുടെ കോള് സന്ദീപ് കട്ട് ചെയ്യുന്നു. അത് കേട്ടതോടെ അനഘ എവിടേക്ക് വന്നു എന്നറിഞ്ഞ ആതിരയുടെ മനസ്സ് വീണ്ടും ആകെ അസ്വസ്ഥമാകുന്നു. തന്റെ അരികിൽ നിന്ന് സന്ദീപ് തന്നിൽ നിന്ന് അകലുകയാണോ എന്നും അനഘയോട് സന്ദീപ് കൂടുതൽ അടുക്കുകയാണോ എന്നുമായിരുന്നു ആതിരയുടെ ആ നിമിഷത്തെ ആലോചന. തന്നിൽ നിന്ന് അകന്നു തുടങ്ങുകയാണോ സന്ദീപ്, അതുകൊണ്ടാണോ സന്ദീപ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതൊക്കെ ആതിരയുടെ മനസ്സ് വല്ലാതെ ആശങ്കപ്പെട്ടു. ഈ സമയത്ത് അനഘ എവിടേക്ക് വന്നത് സന്ദീപ് ചോദിച്ചു. അനഘെ എന്ന് വിളിച്ചപ്പോ അനഘ പറഞ്ഞു, സന്ദീപെ, അർച്ചനെ ഏട്ടത്തിയോട് പറയണ്ട, അത് ശരിയാവില്ല. കാരണം ഞാൻ ഏട്ടത്തിയെ പലപ്പോഴും പല രീതിയിലും അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല തെറ്റുകളും ഞാൻ അർച്ചനേടത്തിയോട് ചെയ്തു കൂട്ടിയിട്ടുമുണ്ട്. അതൊക്കെ കൊണ്ട് ഇങ്ങനൊരു അവസ്ഥയിൽ അർച്ചനേടത്തിയോട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് കണ്ട് അർച്ചനേടത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അർച്ചനേടത്തി പറയുന്ന പരിഹാസ വാക്കുകൾക്കുമൊക്കെ എനിക്ക് നിൽക്കാനാവില്ല. ആ വാക്കുകൾ കേട്ടാൽ ചിലപ്പോൾ ഞാൻ തകർന്നു പോകും. അതുകൊണ്ട് അർച്ചനേടത്തിയുടെ പരിഹാസത്തിന് പാത്രയാകാൻ എനിക്ക് കഴിയില്ല സന്ദീപെ. അതുകൊണ്ട് അർച്ചനേടത്തിയോട് പറയണ്ട. ഏട്ടത്തി എന്നെ പരിഹസിച്ചാൽ എനിക്കത് ഒരിക്കലും താങ്ങാനാവില്ല എന്ന് അനഘ അറിയിക്കുമ്പോ സന്ദീപ് പറഞ്ഞു, അനഘെ, താൻ ഏട്ടത്തിയെ കുറിച്ച് കരുതിയിരിക്കുന്നതാണ് തെറ്റ്. ഒരിക്കലും ഏട്ടത്തി തന്നെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ഒന്നുമില്ല. താൻ ചിന്തിക്കുന്നത് പോലെ ഒന്നും ഏട്ടത്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുമില്ല. ഞാൻ എന്തായാലും ഏട്ടത്തിയോടൊന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് സന്ദീപ് വേഗം താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. എന്നാ ശരി സന്ദീപ് എന്ന് പറഞ്ഞ് വളരെ ഭയത്തോടെ അനഘ അർച്ചനേടത്തിയോട് സന്ദീപ് അക്കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി തന്റെ വിവാഹം മുടക്കുന്നതിന് വേണ്ട സഹായം അർച്ചനേടത്തിയോട് ചോദിക്കുന്നതിന് അനഘ സമ്മതം മൂളുന്നു. അതിനുശേഷം അർച്ചന കിച്ചണിലെ ജോലികൾ ചെയ്ത് പൂർത്തിയാക്കുന്ന സമയത്ത് അവിടേക്ക് സന്ദീപ് എത്തി. ഉടനെ ഫ്രിഡ്ജിലേക്ക് സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് തിരിച്ച് അരികിലേക്ക് വരുന്ന സമയത്താണ് സന്ദീപ് അരികിലേക്ക് എത്തിയത്. അർച്ചന പറഞ്ഞു, എന്താ സന്ദീപേ, ഞാൻ കുടിക്കാനുള്ള വെള്ളം റൂമിൽ കൊണ്ടുവന്ന് വെച്ചതാണല്ലോ എന്നാ അർച്ചന പറഞ്ഞതും സന്ദീപ് പറഞ്ഞു, അതല്ല ഏട്ടത്തി, ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. അത് കേട്ടതോടെ അർച്ചന ആകെ ടെൻഷനോടെ സന്ദീപിനെ നോക്കി. സന്ദീപ് പറഞ്ഞു, ഏട്ടത്തി, വേറൊന്നുമല്ല, അനഘയുടെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. അനഘ ഇന്നലെ എന്റെ അടുത്ത് വന്ന് എന്നോടൊരു സങ്കടം പറഞ്ഞു. അവൾ ഇപ്പോഴും അത് തന്നെ എന്നോട് പറയുകയാണ്. അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു വിവാഹം അവന്തികേടത്തി തീരുമാനിച്ചിരിക്കുന്നു, അവൾക്ക് ഇഷ്ടമല്ലാത്ത ആളുമായിട്ട്. ആ വിവാഹത്തിൽ നിന്ന് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നതാണ് അവൾ എന്നോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഏട്ടത്തിക്ക് ഇതിനൊരു പോംവഴി കണ്ടെത്താൻ കഴിയുമോ? ഏട്ടത്തിയോട് ഇക്കാര്യം പറയണ്ട എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. കാരണം ഏട്ടത്തിയോട് അവൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ അവളെ ഏട്ടത്തി ഇപ്പോഴും പഴിക്കുകയും അവളോട് ആ രീതിയിൽ പെരുമാറുകയും ചെയ്യുമെന്നുള്ള ആശങ്ക അവളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അവൾ ആദ്യം ഏട്ടത്തിയോട് ഇക്കാര്യം പറയണ്ടെന്ന് എന്നോട് പറഞ്ഞു. പിന്നീട് ഏട്ടത്തിയോട് സംസാരിക്കുന്നതിൽ അവൾക്ക് വിരോധമില്ലെന്നും അറിയിച്ചു. അതുകൊണ്ടാണ് ഏട്ടത്തിയോട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സഹായിക്കാനാണെന്ന് പറഞ്ഞ് ഞാൻ ഏട്ടത്തിയുടെ അരികിലേക്ക് വന്നത് എന്ന് സന്ദീപ് അർച്ചനയോട് അറിയിക്കുന്നു. അർച്ചന അതെല്ലാം കേട്ടതിന് ശേഷം സന്ദീപിനോട് ചോദിച്ചു, അല്ല, അവന്തികേടത്തി അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിൽ സന്ദീപ് ഒരു കാര്യം കൂടി അനഘയോട് അന്വേഷിച്ചില്ലേ? അനഘയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാരാണെന്ന് എന്ന് ചോദിച്ചപ്പോ സന്ദീപ് പറഞ്ഞു, അത് ആരാണെന്ന് അവൾ പറഞ്ഞില്ല, അത് അവൾക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് സന്ദീപ് അറിയിച്ചതും അർച്ചന ചോദിച്ചു, അങ്ങനെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ നേരിൽ കണ്ടിട്ടില്ല, ആള് എവിടെയുള്ളതാണെന്നോ അയാളുടെ കുടുംബം ഏതെന്നോ അറിയില്ല, നേരിൽ കണ്ടിട്ടോ ഒന്ന് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ അനഘ പിന്നെ വേണ്ട എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് സന്ദീപ് അന്വേഷിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ സന്ദീപ് പറഞ്ഞു, ഏട്ടത്തി, അതും ഞാൻ ചെയ്തില്ല. ഒരു കാര്യം ചെയ്യാവോ ഏട്ടത്തി, അനഘയോടൊന്ന് സംസാരിക്കാവോ? അവളുടെ മനസ്സിൽ എന്താണെന്ന് ഏട്ടത്തിക്ക് അന്നിപ്പോ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. കാരണം എന്താണെന്നും അവൾ അപ്പോൾ പറയുമല്ലോ. അതുകൊണ്ട് ഏട്ടത്തി ഒന്ന് അനഘയോട് സംസാരിക്കാവോ ഏട്ടത്തി? ഏട്ടത്തിയോട് എനിക്കറിയാം, ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ ഞാനിപ്പോ ഇവിടേക്ക് പോകുന്നത് എന്ന് സന്ദീപ് അർച്ചനയോട് പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം അർച്ചന പറഞ്ഞു, ശരി, ഞാൻ സംസാരിക്കാം എന്ന് അർച്ചന സമ്മതം മൂളുന്നു. അങ്ങനെ അർച്ചന സംസാരിക്കാനായി അനഘയ്ക്ക് അരികിലേക്ക് പോകാൻ തീരുമാനിച്ചു. അനഘ ഈ സമയത്ത് മുകളിലത്തെ ഹാളിൽ തന്നെ അർച്ചനയോട് സന്ദീപ് സംസാരിച്ചതിന് ശേഷമുള്ള തീരുമാനം എന്തെന്നറിയാനേ
കാത്തിരിക്കുമ്പോ അർച്ചനയും പിന്നാലെ സന്ദീപും കൂടി അവിടേക്ക് എത്തുന്നു. അർച്ചനയെ കണ്ടതോടെ സന്ദീപും അരികിലേക്ക് എത്തിയതോടെ അനഘ ചാടി എഴുന്നേറ്റു. ഉടനെ തന്നെ സന്ദീപ് അനഘയ്ക്ക് അരികിലെത്തി പറഞ്ഞു, അനഘെ, ഞാൻ കാര്യങ്ങളൊക്കെ ഏട്ടത്തിയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണെന്ന് കാര്യങ്ങൾ വിശദമായി നീ ഏട്ടത്തിയോട് തന്നെ പറ എന്ന് പറഞ്ഞതും അനഘ വേഗം അർച്ചനയുടെ കാല് പിടിക്കണം. അത് കണ്ടതോടെ അർച്ചന ആകെ അതിശയത്തോടെ അനഘയെ നോക്കി. അനഘയോട് പറഞ്ഞു, ഏട്ടത്തി, ഞാൻ ഏട്ടത്തിയോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ ഞാൻ ഏട്ടത്തിയുടെ കാല് പിടിക്കുന്നത് കൊണ്ടൊന്നും അതിനൊന്നും ഒരു പരിഹാരമാവില്ല എന്നെനിക്കറിയാം. എങ്കിലും ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ എന്നോട് പൊറുക്കണേ ഏട്ടത്തി എന്ന് പറഞ്ഞ് അർച്ചനയുടെ മുന്നിൽ അനഘ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷിച്ചു. അത് കേട്ട അർച്ചന ആകെ അതിശയത്തോടെ നോക്കി നിൽക്കുമ്പോ അർച്ചനയോട് അനഘ പറഞ്ഞു, ഏട്ടത്തിക്ക് എന്നെ സ്നേഹയെ പോലെയും ഹാദിരയെ പോലെയും ഒരു അനുജത്തിയായി എന്നെ കണ്ടൂടെ എന്ന് അർച്ചനയോട് അനഘ ചോദിക്കുമ്പോ അർച്ചന അനഘയോട് പറഞ്ഞു, അനഘേ, ഞാൻ നിന്നെ എന്റെ സ്നേഹയെ പോലെയും ആതിരയെ പോലെയും തന്നെയാ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിന്റെ ഈ പ്രശ്നം അറിഞ്ഞപ്പോ ഞാൻ നിന്റെ അരികിലേക്ക് വന്നതും. അത് മാത്രമല്ല, ഇപ്പോ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്നെന്ന് അറിഞ്ഞപ്പോ ഞാൻ നിന്നെ സഹായിക്കാൻ എത്തിയതും അക്കാരണത്താലാണ്. നിന്നോട് പലപ്പോഴും ഞാൻ നിന്നെ തല്ലുകയും ശിക്ഷിക്കുകയും നിന്നെ ആ ശിക്ഷിച്ചുകൊണ്ട് നിന്നെ തെറ്റിൽ നിന്ന് തിരുത്താനായി ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തത് നിന്നോട് ഞാൻ എന്റെ അനുജത്തി എന്നുള്ളൊരു കരുതൽ എന്റെ മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ്. അത് ഇപ്പോ തന്നെ അതിന്റെ ആ ഒരു കരുതലിന്റെ ഫലമല്ലേ ഇപ്പോൾ കണ്ടത് തന്നെ. നീ ഇപ്പോ ഞാൻ അങ്ങനെയൊന്നും ശിക്ഷിക്കാതെയും നിന്നെ ഉപദേശിക്കാതെയും തന്നെ നീ നേരായ വഴിക്ക് വന്നല്ലോ. സത്യം എന്തെന്നും നീതി എന്തെന്നും നല്ലതെന്തെന്നും തിരിച്ചറിയാൻ നിനക്ക് കഴിഞ്ഞല്ലോ എന്ന് അർച്ചന അനഘയോട് പറയുന്നു. അനഘ അതെല്ലാം കേട്ടതോടെ വിഷമത്തോടെ സന്ദീപിനെ കൂടി നോക്കി. അതിനുശേഷം അർച്ചന അനഘയോട് ചോദിച്ചു, അല്ല, എന്താ ഇപ്പോഴത്തെ പ്രശ്നം? സത്യത്തിൽ ആരാ അനഘ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് അർച്ചന അനഘയോട് ചോദിച്ചു. ആ പയ്യൻ ആരാണ് എന്ന് ചോദിച്ചതും അർച്ചനയോട് അനഘ പറഞ്ഞു, എനിക്ക് ആളെ കൃത്യമായിട്ട് അറിയില്ല, ഞാൻ ആളെ കണ്ടിട്ടുണ്ട് എന്ന് അനഘ പറയുമ്പോ അർച്ചന ചോദിച്ചു, അല്ല, എന്തുകൊണ്ടാണ് അയാളുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് പറഞ്ഞത്? ഏട്ടത്തി അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ കൈ പിടിച്ചു കൊടുക്കാൻ, അനഘയെ അങ്ങനെ കൈ പിടിച്ചു കൊടുക്കാൻ എടുത്ത് തയ്യാറാവില്ലല്ലോ എന്ന് അർച്ചന ചോദിച്ചതും അനഘ പറഞ്ഞു, ഏട്ടത്തി, ചേച്ചിയുടെ ഇപ്പോഴത്തെ തീരുമാനം എന്തെന്ന് എനിക്കറിയില്ല. ചേച്ചിയുടെ വാശിയാണ് വലുത്. അതിനേക്കാൾ ഉപരി ചേച്ചിക്ക് പലരോടുമുള്ള കടപ്പാടും. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഇപ്പോ എന്നെ ഈ വിവാഹത്തിന് നിർബന്ധിക്കുന്നത്. ഞാനിപ്പോൾ വിവാഹം കഴിക്കാനായി എന്നെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ആലോചിച്ചിരിക്കുന്ന ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളൊരു ക്രിമിനലാണ്. വെറും ക്രിമിനല, അതും പക്ക ക്രിമിനൽ തന്നെയായിട്ടുള്ള വലിയൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്രിമിനലിന്റെ കൂടെയാണോ എന്റെ ജീവിതം ഇനി ഞാൻ മുന്നോട്ട് നയിക്കേണ്ടത്? അയാളോടൊപ്പം വേണോ ഞാൻ ഇനി ജീവിക്കേണ്ടത്? എന്റെ ജീവിതം ഹോമിക്കാനായിട്ട് ചേച്ചി എന്തിനിങ്ങനെ വാക്കു കൊടുത്തു എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അയാൾ ഒരു കൊടും ക്രിമിനലായ ആ മനുഷ്യന്റെ കൂടെ എനിക്ക് ജീവിക്കാനാവില്ല ചേച്ചി, അതാണ് സത്യം. അതുകൊണ്ട് ഏട്ടത്തി, എന്നെ ഈ ഒരു കുടുക്കിൽ നിന്ന്, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ നിൽക്കില്ല. എനിക്കറിയാം, ഞാനിവിടെ നിൽക്കുന്നത് തന്നെ എന്റെ ചേച്ചിയുടെ കെയർ ഓഫിൽ തന്നെയാണല്ലോ. ചേച്ചി ഈ വീട്ടിലുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. അത് മാത്രമല്ല, എനിക്ക് ഇപ്പൊ ഈ വീട്ടിൽ നിൽക്കുന്നതോടൊപ്പം തന്നെ ഞാനിപ്പോ ചേച്ചിക്ക് വലിയൊരു ബാധ്യതയായി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചേച്ചി ഇപ്പോ എന്റെ ജീവിതം ഈ രീതിയിലാക്കാനായി ശ്രമിക്കുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അർച്ചനേട്ടത്തി. അതുകൊണ്ട് തന്നെ ഏട്ടത്തി എന്നെ സഹായിക്കണം, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. ഈ വിവാഹം നടന്നാൽ, ഈ വിവാഹവുമായി മുന്നോട്ട് പോയാൽ പിന്നെ ഈ അനഘ ജീവനോടെ ഉണ്ടാവില്ല. അനഘയ്ക്ക് പിന്നെ മറ്റൊന്നും ചിന്തിക്കേണ്ടതായിട്ടുണ്ടാവില്ല എന്ന് അനഘ അർച്ചനയോട് പറയുമ്പോൾ അതെല്ലാം കേട്ടതിന് ശേഷം അർച്ചന പറഞ്ഞു, അനഘേ, ഞാനിപ്പോ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു നീ ഇപ്പൊ എന്നോട് കരഞ്ഞിങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത് തന്നെ എന്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകുമെന്നും എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി നിന്റെ മനസ്സിൽ ഉള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് തന്നെ അതൊന്നും ഓർത്ത് ഇനി ആശങ്കപ്പെടണ്ട. ഞാൻ പറഞ്ഞല്ലോ, നീ ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ നീ ജീവിക്കേണ്ടി വരില്ല. അത് തീർച്ചയാണ്. അതും ഇതുപോലൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ. പിന്നെ വിവാഹത്തിന്റെ കുറിച്ച് അങ്ങനെ അങ്ങ് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഒരു ആലോചന വന്നെന്നല്ലേ ഉള്ളൂ. വിവാഹം നടത്താനും ഇനിയും സമയമുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ഇനി ബാക്കിയുണ്ട്. അത് ആ ചടങ്ങുകൾ ഇനിയും നടക്കേണ്ടതായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് ഓർത്ത് അനഘ ആശങ്കപ്പെടണ്ട. അനഘയെ പിടിച്ചു വലിച്ചുകൊണ്ടുപോയി ഒരു വിവാഹം നടത്താൻ എന്തായാലും ഏട്ടത്തിക്ക് കഴിയില്ലല്ലോ. ഇതിനൊരു പരിഹാരം നമുക്ക് ഉടനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് സന്ദീപ് പറയുമ്പോ അർച്ചന പറഞ്ഞു, അതെ അനഘേ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലവട്ടം സന്ദീപിന്റെ വിവാഹം മുടങ്ങുമെന്ന്, ഈ വിവാഹം നടക്കില്ല എന്ന് പല ആവർത്തി ഇതേ വാക്ക് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല. നിനക്കിഷ്ടമല്ലാത്ത ഒരു വിവാഹം, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ നിന്റെ കഴുത്തിൽ ഒരിക്കലും താലി കെട്ടില്ല. അത് തീർച്ചയാണ്. ഈ ഏട്ടത്തിയോടുള്ള നിന്റെ വിശ്വാസം അത് അതേപോലെ നിലനിർത്തിക്കൊണ്ട് അന്ന് സന്ദീപിന്റെ വിവാഹം നടക്കില്ല എന്ന് പറയാനുള്ള മനക്കരുത്തും ഉറപ്പും അന്നത്തെ ആ ധൈര്യവും ഇപ്പോഴും ഈ ഏട്ടത്തിക്കുള്ളത് കൊണ്ട് തന്നെ പറയുന്നു. നിനക്കിഷ്ടമില്ലാത്ത ഒരു വിവാഹവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ഏട്ടത്തിയുടെ വാക്കാണ് എന്ന് അർച്ചന അനഘയോട് പറയുമ്പോൾ അനഘ അർച്ചനയുടെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ ഏട്ടത്തിയുടെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അനഘ സന്തോഷപൂർവ്വം അർച്ചനയെ കെട്ടിപ്പിടിച്ച് തന്റെ സന്തോഷം അറിയിച്ചു. അർച്ചന അനഘയോട് പറഞ്ഞു, നീയും എന്റെ അനുജത്തി തന്നെയാണ്. അതുകൊണ്ട് നിന്റെ സങ്കടങ്ങൾ ഒപ്പാൻ ഞാൻ ഇനി ഉണ്ടാകും നിന്റെ കൂടെ. നിന്റെ ചേച്ചി പറയുന്നത് പോലെയല്ല, വാശിയും വൈരാഗ്യവും മുന്നിൽ നിർത്തിക്കൊണ്ടല്ല. നീ ആശങ്കപ്പെട്ടതുപോലെ എനിക്ക് ചിലപ്പോ എന്നെ വേദനിപ്പിക്കുന്നവരോട് എനിക്ക് ദേഷ്യം തോന്നും. അതപ്പോ ആ ദേഷ്യവും പകയും അപ്പോൾ തന്നെ അതങ്ങ് ചെയ്തു തീർക്കും. അല്ലാതെ ഒരിക്കലും ഞാനത് മനസ്സിൽ കൊണ്ടു നടക്കില്ല എന്ന് അർച്ചന പറഞ്ഞു. അത് കേട്ട ഉടനെ അനഘ അർച്ചനയെ കെട്ടിപ്പിടിച്ച് അർച്ചനയുടെ കയ്യിൽ ഒരു ഉമ്മ കൊടുത്ത് സന്തോഷത്തോടെ അർച്ചന തന്നെ സഹായിക്കും എന്നുള്ള ആ വിശ്വാസത്തിൽ അനഘ പുഞ്ചിരിച്ചു നിൽക്കുമ്പോൾ സന്ദീപും അനഘയെ നോക്കി ധൈര്യമായിട്ടിരിക്കൂ എന്ന് കണ്ണുകൾ കൊണ്ട് അനഘയെ നോക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തു. ആ സമയത്ത് അവിടെ നേരം വളരെ വൈകി കഴിയുമ്പോൾ ആതിര എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാനാകാതെ സന്ദീപിനെയും അനഘയും അങ്ങനെ കണ്ടതിന്റെ ആ ഒരു കാഴ്ചയെക്കുറിച്ച് മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് അനഘ ഇനി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ, തന്റെ ജീവിതത്തിൽ നിന്ന് സന്ദീപിനെ അനഘ തട്ടിയെടുക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക ആതിരയുടെ മനസ്സിനെ അലട്ടുന്നു. അവസാനം യാതൊരു സമാധാനവും കിട്ടാതായതോടെ അനഘയുടെയും സന്ദീപിന്റെയും ജീവിതം, അല്ലെങ്കിൽ അനഘ സന്ദീപിന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറുമോ എന്നുള്ള ആധി കൂടി വന്നതോടെ ആതിര വേഗം മറ്റാരും അറിയാതെ വേഗം തന്റെ ഡ്രസ്സുകളൊക്കെ ബാഗിലേക്ക് എടുത്ത് വേഗം ബാഗ് പാക്ക് ചെയ്തു. അതിനുശേഷം മറ്റാരും അറിയാതെ ഡോറ് തുറന്ന് പതുക്കെ ആതിര പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും നല്ല മയക്കത്തിലായതുകൊണ്ട് ആതിര വേഗം പുറത്തേക്ക് ഇറങ്ങുകയും ഗേറ്റ് തുറന്ന് അവിടെ വാതിക്കൽ നിന്ന് അച്ഛൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത് ആതിര കാണുന്നു. അച്ഛന്റെ കണ്ണു വെട്ടിച്ച് അച്ഛൻ അകത്തേക്ക് പോയ ആ തക്കത്തിന് ബാഗും എടുത്ത് ഗേറ്റ് തുറന്ന് ആതിര പതിയെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഗേറ്റ് തുറന്ന് ആതിര അവിടെ നിന്ന് നേരെ നെല്ലിശ്ശേരി വീട് ലക്ഷ്യം വെച്ച് പുറപ്പെടുന്നു.